ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരസത്തിൽ വിവരക്കേട് കൊണ്ട് പെട്ടുപോയ ലിംറ മുഹമ്മദിന്റെ 8 മിനിറ്റോളം വരുന്ന ഒരു പ്രഭാഷണം അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ചാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് കേട്ടപ്പോൾ അവിടെയുള്ള സുന്നി പ്രവർത്തകർക്ക് മാത്രമല്ല, ലിംറ മുഹമ്മദിന്റെ പിതാവിന് പോലും വേദനയുണ്ടായത്രേ. ലിംറ മുഹമ്മദിന്റെ അനുജൻ എഴുതിയ ഒരു ലെറ്ററാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ജ്യേഷ്ഠനെ കുറിച്ച് അനുജൻ അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രസംഗിക്കുന്ന വ്യക്തി എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഈ നാട്ടുകാരനും നാട്ടിലെ സംഘടനാ പ്രവർത്തകനും അദ്ദേഹത്തിന്റെ ഒരു സഹോദരനും എന്ന നിലക്കും വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കുറിപ്പ് എഴുതുന്നത്. മക്കളെ ഓർത്ത് പ്രതികരിക്കണ്ട എന്ന് കരുതിയതാണ്. എങ്കിലും നാട്ടിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും പ്രവർത്തകർ സത്യം അറിയാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കത്തെഴുതാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നത്. ഈ എഴുത്ത് ആരും വളച്ചൊടിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ലിംറ മുഹമ്മദിന്റെ സംഘടനാ ബന്ധത്തെക്കുറിച്ച് അബ്ദുറഹ്മാൻ സാഹിബ് പറയുകയാണ്. പിളർപ്പ് കാലം മുതലേ അദ്ദേഹത്തിന് സംഘടനയുമായി ബന്ധമുണ്ട്. അന്ന് തൊട്ടേ സംഘടനയിൽ സജീവമാണ്. എന്നെപ്പോലെ സമപ്രായക്കാരായ ധാരാളം പേര് സംഘടനയിൽ നിലനിന്നത് ഇദ്ദേഹത്തിൽ നിന്നുള്ള സംഘടനാ സ്പിരിറ്റ് ലഭിച്ചത് കൊണ്ടാണ്. പിൽക്കാലത്ത് അദ്ദേഹം അകലാട് ത്വരീഖത്തിൽ ചേർന്നു. പൊന്മള ഉസ്താദിന്റെ കള്ളത്വരീഖത്തുകളെ കുറിച്ചുള്ള പഠനശേഷം പ്രസ്തുത ത്വരീഖത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും എന്നാൽ അദ്ദേഹം അതിൽ തുടരുകയും ചെയ്തു. നാട്ടിൽ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ലിംറ മുഹമ്മദിനെ പോലെ കൊട്ടിപ്പാടി നടക്കുന്ന സ്വഭാവം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് വിദേശത്ത് ജോലിക്ക് പോവുകയും അവിടെ ICF-ൽ ചേരുകയും ചെയ്തു. അങ്ങനെയിരിക്കെ നാട്ടിലെ മറ്റൊരു മുസ്ലിയാരുടെ കൂടെ നൗഷാദിലേക്ക് എത്തുകയും കുരുവട്ടൂരി ത്വരീഖത്തിൽ അംഗമാവുകയും ചെയ്തു എന്നതാണ് അറിവ്. പ്രസംഗത്തിൽ നാട്ടിലെ മുഴുവൻ ഏപ്പിക്കാരെയും ഒന്നിച്ചു വെല്ലുവിളിച്ച് ഇവർ പറയുന്ന പ്രധാന കാര്യം പേരോട് ഉസ്താദിന്റെ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചാണ്. പഠനാർഹമായ ഒരു ചോദ്യമായിരുന്നെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം 6 മാസം മുമ്പ് കൂട്ടിലങ്ങാടിയിലും പുലാമന്തോളിലുമായി 2 മുഖാമുഖങ്ങൾ SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. കിതാബ് വെച്ചുള്ള മറുപടി അവിടെ ലഭിക്കുമായിരുന്നു. കൂട്ടിലങ്ങാടിയിൽ വളരെ വ്യക്തമായി മറുപടി ലഭിച്ചിട്ടുണ്ട്. പുലാമന്തോളിലെ മുഖാമുഖത്തിന്റെ വിഷയം തന്നെ സ്വപ്ന വ്യാഖ്യാനമായിരുന്നു. പക്ഷേ അവിടെ ചോദ്യം ചോദിക്കാൻ ഒരു കുരുവട്ടൂരി മുരീദും ഹാജരായില്ല എന്നാണ് അതിശയകരമായിട്ടുള്ളത്. ഇന്നലത്തെ പരിപാടിയിൽ അവർ പ്രദർശിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾക്കും നേതൃത്വവും അല്ലാത്തവരും പല വേദികളിലായി മറുപടി നൽകിയിട്ടുള്ളതാണ്. പ്രവർത്തകർക്ക് സത്യം മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ്. എന്നാലും ഇത്തരക്കാർക്ക് നാട്ടിൽ ഫിത്ന ഉണ്ടാക്കാൻ വീണ്ടും വീണ്ടും അവ പ്രദർശിപ്പിക്കണം. എന്താ ചെയ്യാ? ലിംറ മുഹമ്മദിന്റെ പ്രധാന ഇരകൾ പേരോട് ഉസ്താദ്, പൊന്മള ഉസ്താദ്, AP ഉസ്താദ്, ഖലീൽ തങ്ങള് തുടങ്ങിയവരാണ്. ലിംറ മുഹമ്മദ് ജിദ്ദയിൽ ജോലി ചെയ്തിരുന്ന കാലം ഒന്നാമത്തെ മകളുടെ കല്യാണം ICF പ്രവർത്തകരുടെയും നാട്ടിലെ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടെ ബാധ്യത ഒന്നുമില്ലാത്ത വിധം വളരെ ഭംഗിയായി കല്യാണ ചടങ്ങുകൾ പൂർത്തിയായി എന്നാണ് അബ്ദുറഹ്മാൻ സാഹിബ് വെളിപ്പെടുത്തുന്നത്. എങ്കിലും അദ്ദേഹത്തിന് വലിയ സംഖ്യ ബാങ്ക് വായ്പ തീർക്കേണ്ടതായി ആവശ്യം വന്നു. അദ്ദേഹം നേരിട്ട് പേരോട് ഉസ്താദിനെ വിളിക്കുകയും ഉസ്താദ് ICF പ്രവർത്തകരോട് സഹകരിക്കാൻ പറയുകയും ചെയ്തു. ഉസ്താദിന്റെ ആഹ്വാന പ്രകാരം 1 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കുകയും ലിംറ മുഹമ്മദിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ സമയത്തും അദ്ദേഹം പേരോട് ഉസ്താദിനെ ചോദ്യം ചെയ്യുകയും ICF സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നതായി അന്ന് ബന്ധപ്പെട്ടിരുന്ന ICF നേതാക്കൾ പറഞ്ഞതായി ഓർക്കുകയാണ്. കുരുവട്ടൂരി ശൈഖിന്റെ കള്ളത്തരങ്ങൾ പേരോട് ഉസ്താദ് പ്രത്യേകം പരാമർശിക്കുന്നതാണ് ഉസ്താദിനെ ലിംറ മുഹമ്മദ് അടക്കമുള്ള കുരുവട്ടൂരികളുടെ ശത്രുവാക്കി മാറ്റിയത്. പൊന്മള ഉസ്താദിന്റെ പ്രഭാഷണങ്ങളും ക്ലാസുകളും കേട്ടാണ് പഴയ കാലങ്ങളിൽ ലിംറ മുഹമ്മദ് ആദർശം പ്രാക്ടീസ് ചെയ്തിരുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പൊന്മള ഉസ്താദിന്റെ ഗ്രന്ഥം
വളരെ താല്പര്യത്തോടുകൂടി വാങ്ങുകയും ഞങ്ങളോടൊക്കെ വായിക്കാൻ ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് ആ പുസ്തകം വായിക്കാൻ വേണ്ടി തരികയും ചെയ്തത് ഓർമ്മ വരികയാണ്. പൊന്മള ഉസ്താദ് വ്യാജന്മാരെ പിടികൂടാൻ തുടങ്ങിയപ്പോൾ ഉസ്താദും ലിംറ മുഹമ്മദിന് ശത്രുവായത്രേ. 4 പെൺമക്കളാണ് ലിംറ മുഹമ്മദിനുള്ളത്. ഒരാൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം വല്ലാതെ കൊതിച്ച കാലം. നാട്ടിലെ അഭിവന്യ സയ്യിദ് ഹബീബ് കോയ തങ്ങളുടെ കൂടെ മർക്കസിൽ പോവുകയും AP ഉസ്താദിനെ കാണുകയും വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. ഉസ്താദ് ആൺകുട്ടി ഉണ്ടാകുവാൻ ദുആ ചെയ്യുകയും ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് ലിംറ മുഹമ്മദിന് ഒരു കുട്ടി ജനിക്കുകയും അത് ആൺകുട്ടിയാവുകയും AP ഉസ്താദ് നിർദ്ദേശിച്ച പേര് ആ കുട്ടിക്കിടുകയും ചെയ്തു. AP ഉസ്താദിന്റെ കറാമത്ത് കൊണ്ടാണ് എനിക്കൊരാൺകുട്ടി ഉണ്ടായതെന്ന് അദ്ദേഹം തന്നെ നാട്ടിലും കുടുംബത്തിലും പറഞ്ഞു നടക്കുകയുണ്ടായി. ആർക്കും അന്വേഷിച്ചാൽ അതറിയാവുന്നതാണ്. എങ്കിലും ഉണക്ക കൊമ്പിനെ കുറിച്ച് AP ഉസ്താദ് പറഞ്ഞതിലൂടെയാണ് ഉസ്താദും മറ്റു ഗുരുവട്ടൂരികളെ പോലെ ലിംറ മുഹമ്മദിനും ശത്രുവായത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുരുവട്ടൂരികൾ ഖലീൽ തങ്ങൾ ഉപ്പാപ്പയെ കുറ്റം പറയുന്നത് എന്നറിയില്ല. ഒരു സയ്യിദ് എന്ന പരിഗണന പോലും നൽകാത്ത വിധം തങ്ങളെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ സങ്കടവും അതോടൊപ്പം അവരോട് സഹതാപവും തോന്നാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലിംറ മുഹമ്മദിനെ പോലെ പ്രസ്ഥാനത്തെ ഊറ്റിക്കുടിച്ച ഒരു പ്രവർത്തകൻ ഞങ്ങളുടെ നാട്ടിലോ എന്റെ കുടുംബത്തിലോ ഇല്ല. എന്നാലും അരിയും തിന്ന് ആ ശാരിച്ചിയെയും കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പ് എന്നതാണ് ലിംറ മുഹമ്മദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സംഘടനാ നേതൃത്വത്തിന് പുറമെ KMCC-യിൽ നിന്നും പലപ്പോഴും സാമ്പത്തിക സഹായം ലഭിച്ചതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആദർശ വ്യതിയാനം ശ്രദ്ധയിൽപ്പെട്ട ഒരു സഹോദരൻ പലപ്പോഴും ലിംറ മുഹമ്മദിനെ സാമ്പത്തികമായി സഹായിച്ച വ്യക്തിയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോടും വെറുപ്പുണ്ടായി. സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി പറയുന്നത് കേട്ടു. നാട്ടിലെ പ്രവർത്തകരുടെയും സംഘടനാ നേതൃത്വത്തിന്റെയും ശ്രദ്ധയിലേക്ക് മേൽപ്പറഞ്ഞ വിഷയങ്ങൾ എത്തിയപ്പോൾ സംഘടനാ വിരുദ്ധ നിലപാടുള്ളവർക്ക് മെമ്പർഷിപ്പ് നൽകുന്നില്ല എന്ന പൊതു തീരുമാനം ലിംറ മുഹമ്മദിന്റെ വിഷയത്തിലും എടുത്തിട്ടുണ്ട്. അതെല്ലാ സംഘടനയിലും രാഷ്ട്രീയ പാർട്ടിയിലുമൊക്കെ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. നാട്ടിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഗ്രൂപ്പിന്റെ അഡ്മിന്മാരിൽ ഒരാൾ അദ്ദേഹത്തോട് ലെഫ്റ്റ് അടിക്കാൻ പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിനും ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങൾക്കും അൽഹംദുലില്ലാഹ് റാഹത്താണ്. അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒരു പുഞ്ചിരിയും അവിടെ നൽകിയിട്ടുണ്ട്. ഇനി ലിംറ മുഹമ്മദിന്റെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നത്. ഞങ്ങളുടെ ഉമ്മ മരണപ്പെട്ടുപോയി. മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ജിദ്ദയിൽ നിന്ന് ഫോൺ ചെയ്തപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ മോശക്കാരൻ അല്ലേ, ഒരു തമാശ രൂപത്തിൽ ഉമ്മയോട് ചോദിച്ചപ്പോൾ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് എന്ന് ഉമ്മ മറുപടി നൽകിയത് ഓർക്കുകയാണ്. ഉമ്മ മരിക്കുന്നതിന് മുമ്പ് മുഴുവൻ മക്കളെയും മരുമക്കളെയും വിളിച്ച് നേരിട്ട് മാപ്പ് കൊടുക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മയുടെ മാപ്പ് ലഭിച്ചു എന്നുറപ്പില്ലാത്ത ഏക മകൻ ലിംറ മുഹമ്മദ് മാത്രമാണ്. ഉമ്മയുടെ ജനാസയുടെ അടുക്കൽ വെച്ച് അദ്ദേഹം കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അതിന് തെളിവുമാണ്. ഇന്നലത്തെ പ്രസംഗം, അതായത് 28/9/2025 ഇന്നലെ തന്നെ ഞാൻ ഉപ്പയെ കേൾപ്പിച്ചപ്പോൾ അതിൽ ഷെയ്ഖുന അഹ്സനി ഉസ്താദ് കടന്നു വരുന്നു എന്നൊരു അനൗൺസ്മെന്റ് തക്ബീറോടുകൂടി കേട്ടപ്പോൾ ഉപ്പയുടെ നാവിൽ നിന്ന് വന്നുപോയി, ഷെയ്ഖുന അഹ്സനി ഉസ്താദോ, എന്നാൽ അവൻ തീർന്നടാ എന്നൊരു കമന്റ് അറിയാതെയാണെങ്കിലും ഉപ്പയുടെ വായിൽ നിന്ന് വന്നുപോയി. അതൊരു മകന് ലഭിക്കുന്ന ഏറ്റവും വലിയ കുരുത്തക്കേടാണ്. ലിംറ മുഹമ്മദ് ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ചെയ്തു പോയ അപരാധങ്ങളെല്ലാം തിരുത്തി ഉപ്പയോട് മാപ്പ് പറയുന്നതായിരിക്കും നല്ലതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
പ്രവർത്തകരോടും സംഘടനയെ സ്നേഹിക്കുന്നവരോടും ലിംറ മുഹമ്മദിന്റെ അനുജന് പറയാനുള്ളത്, നമ്മുടെ നേതൃത്വം അജയ്യമാണ്. മാറി നിൽക്കാൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ നേതൃത്വം പലവിധ അന്വേഷണങ്ങൾ നടത്തി മാറ്റി നിർത്തേണ്ടവ അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടവരെ മാത്രമേ മാറ്റി നിർത്താൻ കൽപ്പിക്കുകയുള്ളൂ. വെറുതെ അങ്ങ് പറയില്ല. അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ശിരസ വഹിക്കൽ നമ്മുടെ കടമയാണ്. മുറത്തിൽ കയറി കൊത്തരുത് എന്ന് സാരം. ലിംറ മുഹമ്മദ് എന്ന തന്റെ ജ്യേഷ്ഠന് പറ്റിയത് അതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനി നാട്ടുകാരോടും സത്യാന്വേഷികളോടും ലിംറ മുഹമ്മദിന്റെ അനുജന് പറയാനുള്ളത്, എന്റെ അറിവിലും അനുഭവത്തിലും 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. എന്നെപ്പോലെ 2 ജ്യേഷ്ഠന്മാരും 2 അനിയന്മാരും പ്രതികരിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ സമയം വരുമ്പോൾ അവരും പ്രതികരിച്ചു കൊള്ളും. ഇദ്ദേഹം എന്തു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിലും അതിലൊരു ഭൗതിക ലക്ഷ്യമുണ്ടാകും. സുന്നത്ത് ജമാഅത്ത് എന്ന് നാക്കുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അതല്ലാത്ത പലതും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ്. ആളുകൾ കൂടുന്നിടത്ത് ആളാകൽ ഇദ്ദേഹത്തിന്റെ ഒരു വൈകല്യമാണ്. എന്റെ ഉപ്പാക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ ഒരു സ്വഭാവമില്ല. ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവർക്കും അടുത്ത് ഇടപഴകിയവർക്കും അതറിയാം. പ്രസംഗത്തിൽ പരാമർശിച്ച വിഭാഗങ്ങളോട് കന്യാല മൗല അത്തിപ്പറ്റ ഉസ്താദ്, നിങ്ങളിലാണ് അടുത്ത പ്രതീക്ഷ, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മേൽപ്പറഞ്ഞ വ്യക്തികൾക്കുള്ള അനുഭവം നാളെ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ഇനി ജ്യേഷ്ഠ സഹോദരനോടാണ് അനുജനായ അബ്ദുറഹ്മാൻ സാഹിബിന് വേദനയോടെ പറയാനുള്ളത്. 10 വർഷമായി നമ്മുടെ നാട്ടിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇരു സമസ്തയും സന്തോഷത്തോടെ അവരവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സഹകരിക്കാൻ കഴിയുന്ന എല്ലാ മേഖലയിലും സഹകരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം? സ്വന്തം ശരീരത്തിലെ കറകളഞ്ഞിട്ട് പോരെ മറ്റുള്ളവരുടെ കുറവുകൾ നോക്കാൻ? നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടി ഇടക്കാലത്ത് ദർസ് പഠനം നിർത്തി വന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നീ പറഞ്ഞത്, എന്നാൽ ഇവൻ ഒരു നായിക്കാട്ടമായിരിക്കുമെന്നാണ്. അതേ വാചകം നിന്റെ 2ാമത്തെ മകളുടെ കല്യാണത്തിന് കുരുവട്ടൂരി നൗഷാദിനെ കൊണ്ടുവന്നതോടെ ചില സ്വാത്വികരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും എന്നോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ചിന്തിക്കുക, മരണം കൂടെയുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. മാന്യനാവുക, മനുഷ്യനാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.